കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾ അടക്കം നശിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ പലയിടത്തും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നസീർ ബാബു ചേരുകയാണ്. നസീർ, ജില്ലയിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് നിലവിലെ മഴ സാഹചര്യം? ജില്ലയിൽ ഇന്ന് രാവിലെ പൊതുവെ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയുടെ വീണ്ടും മഴ പെയ്യും. എന്നാൽ മഴ നേരിയ തോതിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ജില്ലയിൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ടായത്. മലയോര മേഖലയിലെ രണ്ടിടങ്ങൾ, പ്രത്യേകിച്ച് കുറ്റ്യാടിയിലും താമരശ്ശേരിയിലും മണ്ണിടിഞ്ഞ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചുരം മേഖലകളിൽ ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. കുറ്റ്യാടി ചുരത്തിൽ അവിടെ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അത് രാവിലെ നീക്കം ചെയ്തു. അതുപോലെ തന്നെ താമരശ്ശേരി ചുരം അടിവാരത്തിന് സമീപം 30 ഏക്കറിലാണ് മണ്ണിടിഞ്ഞിട്ട് ഉണ്ടായത്. എന്നാൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെ സമീപത്തെ വീട്ടുകാരെ മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. ജില്ലയിൽ അതുപോലെ തന്നെ പശുക്കൾ, അതുപോലെ തന്നെ ശരി നസീർ ബാബു, കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് നസീർ ബാബു ആയിരുന്നു.